DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 60 വയസ്സ് കഴിഞ്ഞ റേഷൻ കാർഡിൽ പേരുള്ളവർക്കെല്ലാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനെ പറ്റിയുള്ള വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തേത് ഒറ്റപ്പെടൽ, രോഗാതുരമായ അവസ്ഥ, സാമ്പത്തിക പരാധീനത, ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ തുടങ്ങി വയോജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരത്തിന് ഇനി ദ്രുതകർമ്മ സേന എത്തും. സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും RRTകൾ ആരംഭിക്കും. സേനാംഗങ്ങളുടെ പരിശീലനം പൂർത്തിയായാലുടൻ പദ്ധതി ആരംഭിക്കും. APL BPL വ്യത്യാസമില്ലാതെ അർഹരായ എല്ലാ വയോധികർക്കും സേവനം ലഭ്യമാകും. പകർച്ചവ്യാധികൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ മൂലം ദുരിതത്തിലും മറ്റപകട സാഹചര്യങ്ങളിലും പെട്ട മുതിർന്ന പൗരന്മാർക്ക് ഉടൻ രക്ഷാസേവനം നൽകുക, ആരോഗ്യ സംരക്ഷണം, മാനസിക പിന്തുണ, സാമൂഹിക സംയോജനം എന്നിവയിലൂടെ പുനരധിവാസം ഉറപ്പാക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. നിയമസഹായം, നൈപുണ്യ വികസനം, സാമൂഹിക സുരക്ഷാ പരിപാടികൾ, ക്ഷേമ പദ്ധതികൾ തുടങ്ങിയവയുടെ ഗുണഫലം ലഭ്യമാക്കുകയും ചെയ്യും. ആശുപത്രി ചികിത്സ, ആവശ്യമായി വരുന്ന അഗതികളായ വയോജനങ്ങൾക്ക് ആവശ്യമെങ്കിൽ കൂട്ടിരിപ്പിന് കെയർ ഗിവറെയും ചികിത്സാ സൗകര്യം ലഭ്യമാക്കും. കെയർ ഗിവർക്ക് ദിവസേന 675 രൂപ വീതവും മുഴുവൻ സമയ സേവനത്തിന് 1350 രൂപ നിരക്കിലും വേതനം നൽകാം. അടിയന്തര ഘട്ടങ്ങളിൽ മുൻകൂർ അനുമതി കൂടാതെ സാമ്പത്തികമായി ഇടപെടാനും അനുമതിയുണ്ട്. RRT പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ജില്ലാ സാമൂഹിക നീതി ഓഫീസറുടെ കീഴിൽ ഫീൽഡ് റെസ്പോൺസ് ഓഫീസറെ കരാർ വ്യവസ്ഥയിൽ നിയമിക്കും. കരാർ അടിസ്ഥാനത്തിൽ വാഹന സൗകര്യം, ആവശ്യമെങ്കിൽ നഴ്സ് സൗകര്യം ഉൾപ്പെടെ ആംബുലൻസ് സേവനം എന്നിവയും ലഭ്യമാക്കും. ജില്ലയിൽ വയോജന മേഖലകളിൽ പ്രവർത്തിക്കുന്ന അംഗീകൃത സന്നദ്ധ സംഘടനകളുടെ പിന്തുണയോടെയാകും അടിയന്തര ഇടപെടലുകൾ നടത്തുക. RRT ഉദ്ഘാടനം കഴിഞ്ഞാൽ നിലവിലെ എൽഡർ ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പറായ 14567 മുഖേന ബന്ധപ്പെട്ട് സേവനം തേടാം. അടുത്തത് 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിനായി 10,000 രൂപ വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം. പല്ലുകൾ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ ഡെന്റിസ്റ്റിന്റെ സാക്ഷ്യപത്രത്തോടെ ഈ ആനുകൂല്യത്തിന് അപേക്ഷിക്കാം. BPL കാർഡുടമകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. അംഗീകൃത ഡെന്റൽ ഡോക്ടറുടെ സാക്ഷ്യപത്രം, വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, വയസ്സ് തെളിയിക്കുന്ന രേഖ, BPL റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവ സഹിതം സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി പോർട്ടൽ വഴി ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. മുൻപ് ഈ പദ്ധതി വഴി ആനുകൂല്യം ലഭിച്ചവർക്ക് വീണ്ടും അപേക്ഷിക്കാൻ സാധിക്കില്ല. അടുത്തത് കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് വഴി നടപ്പിലാക്കുന്ന വയോമധുരം പദ്ധതിയാണ്. 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള പ്രമേഹ ബാധിതരായ മുതിർന്ന പൗരന്മാർക്ക് അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്വയം പരിശോധിക്കുന്നതിനായി സൗജന്യമായി ഗ്ലൂക്കോമീറ്ററും അതിനോടൊപ്പം ഉപയോഗിക്കേണ്ട ടെസ്റ്റ് സ്ട്രിപ്പുകളും നൽകും. BPL അല്ലെങ്കിൽ AAY വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഈ ആനുകൂല്യത്തിന് അർഹതയുള്ളത്. അർഹരായ ഗുണഭോക്താക്കൾ സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി പോർട്ടൽ വഴി ഓൺലൈനായി വേണം അപേക്ഷ സമർപ്പിക്കാൻ. അപേക്ഷയോടൊപ്പം വയസ്സ് തെളിയിക്കുന്ന രേഖ, BPL AAY റേഷൻ കാർഡിന്റെ പകർപ്പ്, പ്രമേഹ രോഗിയാണെന്ന് തെളിയിക്കുന്ന സർക്കാർ ഡോക്ടറുടെ സാക്ഷ്യപത്രം എന്നിവ ഹാജരാക്കണം. അടുത്തത് 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് വിപുലീകരിച്ച് നടപ്പിലാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് വയവന്ദനയാണ്. ഈ പദ്ധതി പ്രകാരം റേഷൻ കാർഡിൽ പേരുള്ള 70 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ സഹായം ലഭിക്കും. APL BPL വ്യത്യാസമില്ലാതെ തന്നെ എല്ലാ മുതിർന്ന പൗരന്മാർക്കും ഈ പരിരക്ഷ ലഭ്യമാണ്. ഇതിനായി പ്രത്യേകമായി നൽകുന്ന വയവന്ദന കാർഡ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ അപേക്ഷകൾ സമർപ്പിച്ച് കൈപ്പറ്റണം. സർക്കാർ ആശുപത്രിയിലും പദ്ധതിയിൽ എംപാനൽ ചെയ്തിരിക്കുന്ന സ്വകാര്യ ആശുപത്രികളിലും ഈ കാർഡ് ഉപയോഗിച്ച് പണമില്ലാതെ ചികിത്സ തേടാം. കേരളത്തിലെ നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ കാരുണ്യ സുരക്ഷാ പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് ഇത് നടപ്പിലാക്കുന്നത്. കേരളവും കേന്ദ്രവും തമ്മിൽ തർക്കം തുടരുന്നതിനാൽ രാജ്യത്തെ മറ്റ് ഭാഗങ്ങളിൽ ഈ പദ്ധതി നടപ്പിലായപ്പോൾ കേരളത്തിൽ ഇത് പൂർണ്ണതോതിൽ നടപ്പിലായി തുടങ്ങിയിട്ടില്ല. ഈ വർഷം ഇതിലൊരു തീരുമാനമുണ്ടായി ആനുകൂല്യം കിട്ടിത്തുടങ്ങുമെന്നാണ് പ്രതീക്ഷ. അടുത്തത് 60 വയസ്സ് കഴിഞ്ഞ അർഹരായ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം 2,000 രൂപ വീതം നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയാണ്. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് ഇതിന് അർഹത. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ പദ്ധതിയിൽ ചേരുന്നതിന് അപേക്ഷ സമർപ്പിക്കാം. അടുത്തത് കേരള സർക്കാർ തൊഴിൽ വകുപ്പ് വഴി നടപ്പിലാക്കുന്ന നവജീവൻ എന്ന സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയാണ്. 50 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. ചെറിയ കടകൾ, കുടിൽ വ്യവസായങ്ങൾ അല്ലെങ്കിൽ മറ്റ് ചെറുകിട സംരംഭങ്ങൾ എന്നിവ ആരംഭിക്കുന്നതിനായി 50,000 രൂപ വരെയാണ് വായ്പയായി അനുവദിക്കുന്നത്. അനുവദിക്കുന്ന വായ്പാ തുകയുടെ 25%, അതായത് പരമാവധി 12,500 രൂപ സർക്കാർ സബ്സിഡിയായി നൽകും. അതായത് ഈ തുക ഗുണഭോക്താവ് തിരികെ അടയ്ക്കേണ്ടതില്ല. വായ്പ ലഭിക്കുന്നതിനായി വസ്തുജാമ്യമോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഗ്യാരണ്ടിയോ ആവശ്യമില്ല. താല്പര്യമുള്ളവർ തങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സഹിതം സമർപ്പിക്കുക. അടുത്തത് എല്ലാ വർഷവും APL BPL വ്യത്യാസമില്ലാതെ സംസ്ഥാനത്തെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക്
സൗജന്യമായി കട്ടിൽ, കമ്പിളിപ്പുതപ്പ് തുടങ്ങിയവ നൽകുന്ന ക്ഷേമ പദ്ധതികളുണ്ട്. പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ മുഖാന്തരമാണ് ഇവ എല്ലാ വർഷവും വിതരണം ചെയ്യുന്നത്. അർഹതയുള്ള ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് ആനുകൂല്യം വിതരണം ചെയ്യും. ഈ വർഷത്തെ വിതരണത്തിനായി അപേക്ഷകൾ ക്ഷണിക്കുമ്പോൾ അർഹതയുള്ളവർ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. സംസ്ഥാന സർക്കാരിന്റെ സുനീതി പോർട്ടൽ മുഖേനയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.